ഷാജിയേട്ടാ നമസ്കാരം. നമസ്കാരം. ഷാജിയേട്ടാ, ഇപ്പോൾ താങ്കളുടെ സ്വന്തം നാട്ടിൽ കേൾക്കുന്ന ചില രാഷ്ട്രീയ ഭൂകമ്പങ്ങൾ ചേട്ടനിപ്പോൾ നേരിട്ട് കാണാൻ പറ്റുകയാണ്. രാഷ്ട്രീയ ഭൂകമ്പങ്ങൾ. താങ്കളൊരു ഇടത് സഹയാത്രികനാണ്. ഒരു വേള CPM എന്ന് പറയുന്ന പാർട്ടിയോട് ചേർന്ന് നിന്ന മുഖവുമാണ്. CPM അത് താങ്കൾക്ക് ഇഷ്ടമല്ല ഇപ്പോൾ പറയാനെന്ന് എനിക്കറിയാം. ഏതായാലും ഇത്തരത്തിൽ ഈ പറയുന്ന സംഘടനയിൽ കുറേയെങ്കിലുമൊക്കെ കെൽപ്പുള്ള, കുറേയെങ്കിലും അച്ചടക്കമുണ്ടായിരുന്ന പാർട്ടി ഇന്ന് ഇത്തരത്തിൽ ആ വേലി പൊളിച്ച് പുറത്ത് ചാടുമ്പോൾ, സംഘടനയുടെ ആ ഒരു എല്ലാ ചട്ടവും പൊളിച്ച് പുറത്തിറങ്ങുമ്പോൾ, അത് വെറുതെ പൊളിച്ച് പുറത്തിറങ്ങുന്നതല്ല, അത് വളരെ സഹിക്കാവുന്നതിനപ്പുറം സഹിച്ചിട്ട് അവരുടെ പാർട്ടിയുടെ സഖാക്കൾ പുറത്തിറങ്ങിയതാണ് എന്ന് പറഞ്ഞുകൂടെ? ഇതെന്റെ ആദ്യത്തെ ചോദ്യം. അത് ഇതിന്റെ ഒരു വിഷയം കിടക്കുന്ന എവിടെയാന്ന് പറഞ്ഞാല്, ഇപ്പോ അവിടെ എന്ത് സംഭവം കേരളത്തിലെ CPM-മായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് സംസാരിച്ചു കൊടുക്കുന്ന ഒരു സമയം നമ്മൾ ആരംഭിക്കേണ്ടത് VS നിന്ന് ആരംഭിക്കണം. VS അച്യുതാനന്ദനെ എന്താ പറയുക, നശിപ്പിക്കുക എന്ന ബോധപൂർവമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കരുനീക്കം നടത്തിയിട്ടാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കേരളത്തിലെന്താവുന്നതെന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രിയാവുന്നതും VS-ന്റെ മന്ത്രിസഭയെ എന്താ പറയുക അതിഗൗരവതരമാം തരം വെല്ലുവിളിക്കുന്ന ഒരു രാഷ്ട്രീയ ചിത്രം ഉണ്ടാവുകയും ചെയ്തു. ഇതിന്റെ ഒരു പരിണിത ഫലം എന്താന്ന് പറഞ്ഞാല്, VS ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു പാർട്ടിയുടെ സംഘടനാപരമായിരിക്കുന്ന അതിന്റെ കെട്ടുറപ്പ്, അതിന്റെ ഭദ്രത, അതിന്റെ എന്താ പറയാ അതിന്റെ ദിശാബോധം, ഈ 3 സംഭവങ്ങളും എന്താ പറഞ്ഞാൽ അന്യമാക്കപ്പെടുകയും പിന്നീട് എന്തായെന്ന് പറഞ്ഞാൽ ഒരാളുടെ താല്പര്യത്തിന് വേണ്ടി മാത്രമായി തീരുന്ന ഒരു പാർട്ടിയും അതിന്റെ ഭാഗമായി വരുന്ന ഒരു സംഘടനയും ഉണ്ടായിത്തീരുകയും ചെയ്തു. ഇതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതായത് ഇയാള് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയി കുറച്ച് കഴിയുന്നതോടെയാണ് VS-നെ ഒതുക്കുക എന്ന രാഷ്ട്രീയ നീക്കത്തിലേക്ക് ഇയാൾ കടക്കുന്നത്. ഈ ഒതുക്കുക എന്ന രാഷ്ട്രീയ നീക്കത്തിലേക്ക് ഇയാൾ കടക്കുന്നതോടെ ഇയാൾ ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പണി എന്താന്ന് പറഞ്ഞാൽ, പാർട്ടിക്കകത്ത് തൻ്റേത് മാത്രമായിരിക്കുന്ന ഒരു ആധിപത്യ മേഖലയും തനിക്ക് വേണ്ടി മാത്രം ഉണ്ടായിരിക്കുന്ന പാർട്ടി ലീഡർഷിപ്പിനെയും അയാൾ നിർമ്മിക്കുക, ബോധപൂർവ്വം നിർമ്മിക്കുകയാണ് ചെയ്തത്. അതിന്റെ പരിണിത ഫലം എന്താന്ന് പറഞ്ഞാൽ, പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന സാധാരണ നിലയിൽ പറയാവുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന ജനാധിപത്യം, ഉൾപാർട്ടി ജനാധിപത്യം എന്ന സംവിധാനം അത് എന്നേക്കുമായി ഇല്ലാതായിത്തീരുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നൊരു പാർട്ടി സമ്പൂർണമായും ഇയാളുടെ കാൽ കീഴിൽ അമരുന്ന ഒരു പാർട്ടി മാത്രമായി, അല്ലെങ്കിൽ ഇയാൾ ചുറ്റിട്ടാൽ മാത്രം ചലിക്കുന്ന ഒരു പാർട്ടിയായി ആ പാർട്ടി നിർവീര്യമാക്കപ്പെടുകയും ചെയ്തു. ഇതിന്റെ ഫലം എന്താന്ന് പറഞ്ഞാൽ, 14 ജില്ലകളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാറിന്റെ 14 ജില്ലകളിലെയും ജില്ലാ കമ്മിറ്റി മെമ്പർമാർ, ജില്ലാ കമ്മിറ്റി സെക്രട്ടറിമാരെ നിങ്ങളൊന്ന് എടുത്തു നോക്കി. 14 ഒരെണ്ണം ഒരു വകക്ക് കൊള്ളുന്ന ഒരാളില്ല. ഇതില്ല എന്നുള്ളതിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ്. നമ്മൾ വളരെ പെട്ടെന്ന് വിഷയത്തിൽ കടക്കുകയാണ്. വളരെ പെട്ടെന്നുള്ള ഒരു എക്സാമ്പിൾ ഉദാഹരണം എന്താന്ന് പറഞ്ഞാൽ, കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേര് KK രാജേഷ് എന്നാണ്. എത്രയാ വയസ്സ്? KK രാഗേഷ്. എത്രയാ വയസ്സ്? 42, 45 വയസ്സുണ്ടാവും. ഈ 45 വയസ്സുള്ള ഈ രാജേഷ് എന്ന് പറയുന്ന വിദ്വാനെ ജില്ലാ പാർട്ടി സെക്രട്ടറിയാക്കി ഇരുത്താൻ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ പറയുന്ന കീടം വന്നത് എങ്ങനെയാന്ന് പറയും? നിങ്ങൾ സ്വകാര്യ ഫ്ലൈറ്റിലാണ് വന്നത്. സ്വകാര്യ ഫ്ലൈറ്റിൽ വന്ന് കണ്ണൂര് വിമാനത്താവളത്തിൽ ഇറങ്ങി, അതായത് മറ്റൊരു വിമാനത്താവളത്തിൽ ഇറങ്ങി ബൈ കാർ നേരെ പാർട്ടി ഓഫീസിൽ വന്നു. കേവലം 20-25 മിനിറ്റ് നേരമാണ് അയാൾ ആ പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത്. 20-25 മിനിറ്റ് നേരത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം തീരുമാനിക്കുന്നു ആര്? ഈ KK രാജേഷ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവന്റെ അച്ഛൻ ഇവന്റെ അമ്മയെ കല്യാണം കഴിക്കണമോ വേണ്ടിയോ എന്ന് ആലോചിക്കുന്നതിന് മുൻപ് പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്ത് വന്നിട്ടുള്ള ആളുകൾ ആ പാർട്ടി DC സെക്രട്ടറിയുടെ അകത്ത് നേരം ഉണ്ട്. അപ്പോൾ ഇപ്പൊ ഇതിനകത്ത് പാർട്ടി എന്നിവർ ഇപ്പൊ കറിവേപ്പില പോലെ പോട്ടെ വർഗവഞ്ചകർ എന്നെല്ലാം പറഞ്ഞിട്ട് പുറത്താക്കിയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ, TK ഗോവിന്ദൻ മാസ്റ്റർ. ആ ഗോവിന്ദന്മാർക്ക് 75 വയസ്സാ. ഇവന്റെ വയസ്സെത്രയാ? ഈ സെക്രട്ടറി, ഈ ജില്ലാ സെക്രട്ടറിയുടെ വയസ്സെത്രയായി? 42, 45 വയസ്സാ. സ്വാഭാവികമായി വയസ്സൊരു മാനദണ്ഡമാണോ? കഴിവല്ലേ? വയസ്സ് മാനദണ്ഡമാണെന്ന് പറയുന്നത് എവിടെയാണെന്നറിയോ? നിങ്ങളുടെ മുമ്പിൽ അത്തരത്ര സമരാനുഭവങ്ങളിൽ നിങ്ങൾ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമല്ല. നിങ്ങൾ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകുമെന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ സമരതീഷ്ണമായ നാടുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്ന ആളുകളുടെ അനുഭവ സമ്പത്ത് കൂടി നിങ്ങൾ എടുക്കുകയാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ പറഞ്ഞാൽ, ഇവിടെ കഴിഞ്ഞ 10 വർഷക്കാലമായി വരുന്ന ഭരണം
CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇയാൾ നേരത്തെ സംസ്ഥാന സെക്രട്ടറിയായി വന്നപ്പോൾ നടത്തിയുള്ള സമരങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ തന്നെ എന്താണെന്ന് സമരാഭാസങ്ങളാണ്. രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങളില്ല, രാഷ്ട്രീയമായ സമരങ്ങളില്ല. തനിക്ക് മുഖ്യമന്ത്രിയാവണമെന്ന് പറയുന്ന രാഷ്ട്രീയ ആവശ്യത്തിന്റെ മേലെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലൈംഗിക ആരോപണ കുറ്റാരോപണങ്ങൾ, ഉമ്മൻചാണ്ടിക്കെതിരെ വന്നിട്ടുള്ള സരിതാ വിഭാഗം, ഇതുപോലുള്ള അങ്ങേറ്റം മ്ലേച്ഛവും അബദ്ധവും ആഭാസകരവുമായിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ച് പൊതുജനത്തെ തെരുവിലിറക്കിയിട്ട് വന്നിരിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളൊന്നും വിളിച്ചില്ല. അത്തരത്തിൽ സ്ത്രീ വിഷയമായിട്ടുള്ള വിഷയങ്ങളാണല്ലോ CPM എപ്പോഴും അവരുടെ പാർട്ടിയിൽ തന്നെ. അതോടൊപ്പം തന്നെ അന്നേരാണ് ഇവരുടെയൊക്കെ ഹോമോസെക്ഷൽ സംഭവം എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വരുന്നില്ല എന്നുള്ള ചോദ്യം വരുന്നത്. അതൊക്കെ എങ്ങനെ പുറത്തു പറയും? അല്ല, അവിടെയാണ് വിഷയം. അപ്പൊ ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ, ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു പാർട്ടിയുടെ അങ്ങേറ്റത്തെ ചീഞ്ഞളിഞ്ഞ മുഖത്തിന്റെ പ്രത്യക്ഷ രാജ എന്നെല്ലാം പറയൂലേ, പ്രത്യക്ഷ ദൈവം രാജാവ്, അതുപോലെ അതിന്റെ പ്രത്യക്ഷ ദൈവമാണ് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി. സത്യസന്ധമായ പറയുന്നത് ആണ് അയാൾ, അതെല്ലാം അയാൾ തെളിയിക്കട്ടെ. ഇതിന്റെ ഫലം എന്താന്ന് പറയുന്നത്, ഇതിന്റെ ഫലമായാണ് ഈ പാർട്ടി എന്തായിട്ടത്, പാർട്ടി 100% കറക്റ്റായി തീർന്നുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, ഈ ഒന്നാമത്തെ ഈ വിജയൻ സർക്കാർ, ആ വിജയൻ സർക്കാരിന് അതോട് ഇയാൾ ആസൂത്രണം ചെയ്യുന്ന പദ്ധതി എന്തായിരുന്നു? വാസ്തവത്തിൽ ഒറ്റ പദ്ധതിയാണ്. തന്റേതായിരിക്കുന്ന ഒരു വിപുലമായ ഒരു ശൃംഖല അയാൾ കേരളത്തിനകത്ത് അധികാര ഘടനക്കകത്ത് പാർട്ടിക്കകത്ത് വളർത്തിയിട്ടാണ് ഇയാൾ വരുന്നത്. പാർട്ടിക്ക് പുറത്തു വരാവുന്ന സംസ്ഥാന സർക്കാരിന്റെ അധികാര ഘടനക്കകത്ത് തന്റേതായിരിക്കുന്ന ഒരു സാമ്രാജ്യം അയാൾ നിർമ്മിക്കുകയാണ് ചെയ്തത്. ഈ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സംഭവത്തിനകത്ത് ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയാണ് ആര്? ഈ പറയുന്ന അമ്പലപ്പുഴയിൽ നിന്ന് പോയിട്ടുള്ള സാക്ഷാൽ G. സുധാകരൻ എന്ന ഒരാൾ. ഇതുപോലെ അത്യാവശ്യം വരാവുന്ന ഗൗരവമുള്ള ആളുകൾ ഒന്നാമത്തെ മന്ത്രിസഭക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, രണ്ടാമത്തെ ഇയാളുടെ തന്നിരിക്കുന്ന മന്ത്രിസഭ എന്ന് പറയുന്ന സാധനം എന്താണത്? തന്റെ കുടുംബാധിപത്യത്തെ, അതായത് നേരത്തെ ഉണ്ടാക്കിയ സംഭവത്തിന് കുടുംബാധിപത്യത്തെ ഉറപ്പിക്കുന്നതിനും, മൂന്നാമത്തെ സർക്കാർ വരണമെന്ന് ആവശ്യപ്പെടുന്നത് ഇതിന്റെ തുടർച്ചയായി വരുന്നിരിക്കുന്ന ഒരുപാട് അപകടങ്ങളിൽ നിന്ന് തന്റെ കുടുംബത്തെയും താനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സിൽബന്ധികളെയും എന്നേക്കുമായി രക്ഷിക്കാതിരിക്കേണ്ട ഉപാധി മാത്രമായി മൂന്നാമത്തെ സർക്കാർ എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ചുരുങ്ങുകയാണ് ചെയ്തത്. ഇതാണ് ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്നത് ഒരു നേർചിത്രം. ഇതാണ് സാർ. ഈ ചിത്രത്തിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന 14 ജില്ലാ സെക്രട്ടറിമാരിൽ ഒരൊറ്റ ജില്ലാ സെക്രട്ടറി പോലും കൊള്ളുന്ന ഒരാളില്ല. കൊള്ളുന്ന ഒരാളിക്കാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എടുത്തോ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എടുത്തോ, വയനാട് ജില്ലാ സെക്രട്ടറി എടുത്തോ, പാലക്കാട് ജില്ലാ സെക്രട്ടറി എടുത്തോ, ഒടുവിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും പറയാം അല്ലെ? ഒടുവിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും പറയാം. ഒടുവിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ജോയിയെ മാറ്റി എന്നിട്ട് റഹീമാണ്, A റഹീം. ഇപ്പൊ റഹീമ നിങ്ങൾ നോക്കിക്കോ റഹീമിന്റെ നിലവാരം എന്താണെന്നുള്ളത്. ഈ 14 ജില്ലാ സെക്രട്ടറിമാർ 14 എണ്ണം വന്നാതെ മണ്ണുണ്ണികളാന്ന് മാത്രമല്ല, ഇയാൾ ചുറ്റിട്ടാ ചലിക്കുന്ന കക്ഷികൾ മാത്രമാണ്. ഇതിന്റെ ഫലം എന്താണെന്ന് ചോദിക്കല്. ഇതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ സംഘടന ഇല്ലാതാവും. സംഘടന ഇല്ലാതെ സംഘടന എന്താ പോക്കറ്റ് സംഘടനയായിട്ട് മാറും. ഏതായാലും ചേട്ടൻ സംഘടനയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുകയാണ്, അതായത് സംഘടന ഇല്ലാതായതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ താങ്കളുടെ നാട്ടിൽ ഇപ്പോൾ TK ഗോവിന്ദൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു? സംഘടന ഇല്ല. അപ്പൊ അവിടെ വിഷയം. അതെ, ഇവിടെ വരുന്നൊരു നമ്മുടെ TK ഗോവിന്ദന്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു. അയാൾ തന്നെ ഇന്നലെ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമുണ്ട്. തന്നെ തനിക്ക് മത്സരിക്കണമായിരുന്നു എന്നുള്ള ആൾക്കാണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്ന മുഴുവൻ വിവാദങ്ങളും സാർ. ഒരിക്കലുമില്ല, അദ്ദേഹം അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ല. അയാൾ പറഞ്ഞില്ല. പക്ഷെ അയാൾ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കളവ് പ്രചരിപ്പിക്കുന്നു. ഈ കളവ് പ്രചരിപ്പിക്കുന്നു പറഞ്ഞതിന് ഉപോത്ബലകമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ആ സാധന്റെ ഭാര്യയുടെ ആത്മഹത്യ. സാധന്റെ ആത്മഹത്യ. ഈ സാധന ആത്മഹത്യ ചെയ്തപ്പോ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജ് വന്നിരിക്കുന്ന വാർത്ത എന്താണെന്നറിയോ? സാദന്റെ ഭാര്യയെ കുറിച്ച് അപകീർത്തിപരമായിരിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിരിക്കുന്ന വാർത്തയാണ് പ്രസിദ്ധീകരിച്ചത്. അത് ഇന്നലെ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു, മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായി. ഇപ്പൊ ഇത് ഈ വിഷയം വന്നതുകൊണ്ട് വീണ്ടും ചർച്ചയായതല്ലേ. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒട്ടനവധി ചർച്ചകൾക്കകത്ത് വിഷ്വൽ മീഡിയയിലൊക്കെ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന ഒരാളെ നൽകിയാൽ പറയാണ്. ഇത്തരം ഒരു ആരോപണം അന്ന് ഉന്നയിച്ചപ്പോ ഈ പറയുന്ന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് എന്ത് ചെയ്തറിയോ? ജില്ലാ സെക്രട്ടേറിയറ്റ് ഇപ്പോഴാണ് ഗോവിന്ദൻ പറയുന്നത് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ രേഖകളും കാണാൻ എല്ലാം എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഈ രേഖകൾ എടുത്തുകൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ സത്യത്തിൽ എന്താണ് ചെയ്തത്? ശരിക്ക് നിങ്ങൾ വസ്തുത അറിഞ്ഞിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പൊതുജനത്തോട് കളവാണ് പറഞ്ഞത്. പൊതുജനത്തോട് കളവ് പറഞ്ഞ ആരെ സംരക്ഷിക്കാനാണ്? സംരക്ഷിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ ഭാര്യയെ രക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം പാർട്ടിയുടെ ഉത്തരവാദിത്വമായിട്ട് മാറി തോന്നുന്നു. ഈ പാർട്ടിയുടെ ഉത്തരവാദിത്വമായി മാറി തീർന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പടുബുദ്ധിയായിരിക്കുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇന്ന് നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ്?
പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിച്ചതാണ്. എടോ, ഏത് പാർട്ടിയാണ് തീരുമാനിച്ചത്? ഏത് പാർട്ടിയാണ് തീരുമാനിച്ചത്? ഐ മധുസൂദന്റെ തീരുമാനം പാർട്ടി ഏത് പാർട്ടി തീരുമാനിച്ചു? ഏത് കമ്മിറ്റി തീരുമാനിച്ചു? ഏത് കമ്മിറ്റി തീരുമാനിച്ചു അല്ലെ? ഏത് കമ്മിറ്റി തീരുമാനിച്ചു? ഒരു കമ്മിറ്റിയില്ല. ഇവിടെയാണ് പി.കെ. ഗോവിന്ദൻ പറയുന്ന ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന വിഷയം. ഇവിടെ ഈ പറയുന്ന പി.കെ. ശ്യാമളക്കെതിരെയാണ് അതിനകത്തുള്ള കമ്മിറ്റിയുടെ മുഴുവൻ ആളുകളും എതിരായിട്ട് അഭിപ്രായം പറഞ്ഞു. എതിരായി പറഞ്ഞേക്കുന്ന അഭിപ്രായം എന്ത് ചെയ്യുന്നു? ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന രാകേഷ് സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഇതിന് കുറിപ്പ് കൊടുക്കുന്ന സമയത്ത് അതിൽ ആരുടെ പേരില്ല, മറ്റാരുടെ പേരുമില്ല, ഒറ്റ പേരിടും എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഈ പാർട്ടി സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് ഒരാളെ സഹായിക്കാൻ മാത്രമുള്ള ശിവായിയാണ് വാസ്തവത്തിൽ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. 14 ജില്ലകളിലെയും ജില്ലാ സെക്രട്ടറിമാരെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കിടമായിരിക്കുന്ന മുഖ്യമന്ത്രിയെ സഹായിക്കാൻ മാത്രമുള്ള, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വിടുപണി ചെയ്തു കൊടുക്കുന്ന പരമപൂർവന്മാരായിരിക്കുന്ന ശിവായിമാരായ ജില്ലാ സെക്രട്ടറിമാരെ ഈ പറയുന്ന മുഖ്യമന്ത്രി മാറ്റിയാണ് ചെയ്തത്. ചേട്ടാ, ഞാനൊന്ന് ചെറുതായി വിഷയത്തിൽ നിന്ന് ഇടപെടുകയാണ്. അതായത് ചേട്ടാ, എനിക്കറിയേണ്ട രണ്ടാമതൊരു വിഷയം, കാരായി രാജൻ സ്ഥാനാർത്ഥിയാകുന്നു, അതുപോലെ തന്നെ മട്ടന്നൂർ സനോജ് സ്ഥാനാർത്ഥിയാകുന്നു, ശൈലജ ടീച്ചറിനെ പേരാവൂരിലേക്ക് മാറ്റുന്നു. ചേട്ടാ, ഈ വിഷയങ്ങൾ നമുക്ക് ആദ്യം പറയേണ്ടത്, കാരായി രാജൻ്റെ സ്ഥാനാർത്ഥിത്വം ഷംസീറിനെ മാറ്റുന്നു. ചേട്ടാ, എന്തുകൊണ്ട് ഷംസീർ മാറപ്പെട്ടു? പേരാവൂരിലേക്ക് ശൈലജ ടീച്ചർ എങ്ങനെ പോയി? ഇതിനകത്ത് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഒരു സാധനം ഉണ്ടല്ലോ, ഈ അപ്രമാദിത്വം എന്ന് പറയുന്നത്. ഈ അപ്രമാദിത്വത്തിനകത്ത് പിന്നീട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണ്? തന്റെ മരുമകനെ രക്ഷിക്കുക എന്നുള്ളതാണ്. തന്റെ മരുമകനെ രക്ഷിക്കുക, അതായത് വിവിധങ്ങളായ ഒട്ടനവധി ആരോപണങ്ങൾ ഫിസിക്കലി പോലും നേരിടുന്ന ഒരാളാണ്. പബ്ലിക് അപ്പിയറൻസിന്റെ മുകളിൽ പോലും നേരിടുന്ന ഒരാളാണ് സത്യത്തിൽ ഈ പറയുന്ന കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഇദ്ദേഹത്തിന്റെ മരുമകൻ. അത് വിഷ്വൽ മീഡിയയിൽ പോലും പല ആളുകളും എന്താ പറയുക, നമ്മളിപ്പോ വോട്ടഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട ആളുകൾ നേരിടുന്ന ചോദിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന പരാമർശങ്ങളാണ്. അതെന്തോ അയാളുടെ വ്യക്തിപരമായ കാര്യം, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ മരുമകനെ അതിനകത്ത് നിലനിർത്തണമെങ്കിൽ, മരുമകന് വെല്ലുവിളി ഒരിക്കൽ പോലും ഉയരാതിരിക്കണമെങ്കിൽ ആരെ തട്ടണം? ഷംസീറെ തട്ടണം. ഈ ഒരൊറ്റ മോഹത്തിന്റെ മേലെയാണ് ഷംസീറെ സാക്ക് ചെയ്തത്. ഈ ഒരൊറ്റ മോഹത്തിന്റെ മേലെയാണ് ഷംസീറെ സാക്ക് ചെയ്തത്. ഷംസീറെ സാക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാണ് കാര്യം അതിനകത്ത്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? അവിടെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് ആർക്ക് ലഭിക്കും? പിന്നീട് വരുന്ന സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടും. ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ സ്ഥാനാർത്ഥി ഏത് കേസിൽ, കൊലക്കേസിൽ പ്രതിയാണ്. അരിശ്ശേരി കണ്ടിരിക്കുന്ന കേരളം കണ്ടിരിക്കുന്ന എക്കാലത്തെയും വലിയ യുവാവായിരിക്കുന്ന ഫസൽ വധക്കേസിനകത്തെ പ്രതിയാണ്. അങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. പക്ഷെ ഞാനതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞ ഫസൽ കേസിനകത്തെ പ്രതിയാണെന്ന് CBI കണ്ടെത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാളായി ഇവിടുന്ന് നാട് കടത്തപ്പെട്ട് എറണാകുളം ജില്ലക്കകത്ത് ഏതാണ്ട് 1-2-3 കൊല്ലത്തോളം കോടതിയുടെ വിധിപ്രകാരം താമസിക്കേണ്ടി വന്നിരിക്കുന്ന ഒരാളാണ്. ഇവിടെ വരുന്ന വിഷയം എന്താണ്? ഒറ്റ വിഷയമാണ്. തന്റെ മരുമകന് ഭീഷണിയാവുന്നത് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഷംസീറിനെ മാറ്റിയത്. ഷംസീറിനെ മാറ്റുന്നു പകരം ഈ പറയുന്ന ഇപ്പോഴത്തെ വന്നിരിക്കുന്ന പുതിയ കാൻഡിഡേറ്റ് ആയിരിക്കുന്ന അയാൾ സ്ഥാനാർത്ഥിയായി വരുന്നു. പ്രതീക്ഷിക്കുന്ന വോട്ടാരതാണ്. പ്രതീക്ഷിക്കുന്ന വോട്ട് ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിന്റെ വോട്ടാണ്. ഒരൊറ്റ മുസ്ലിമിന്റെ വോട്ടും അയാൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഒരൊറ്റ മുസ്ലിമിന്റെ വോട്ടും അയാൾക്ക് കിട്ടില്ല. ന്യായമായ തെരഞ്ഞെടുപ്പിനകത്ത് അയാൾക്ക് ലഭിക്കില്ല. ഇപ്പൊ ലഭിക്കില്ല എന്ന് ഉറപ്പ് ആർക്കുണ്ട്? ഇയാൾക്കുണ്ട്. ഇവിടെ ഉണ്ടാകുമ്പോഴാണ് എന്ത് സാധനം വരുന്നത്? അത് വളരെ കൃത്യമായിരിക്കുന്ന ഒരു കമ്മ്യൂണൽ പ്ലേസ്മെന്റ് ആയി ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വം ആണ് പരിണമിക്കുന്നത്. ഇനി രണ്ടാമത് നിങ്ങൾ എടുക്കുന്നത് ശൈലജ ടീച്ചറെ മാറ്റുന്നു. ഇവിടത്തേക്കാ മാറ്റുന്നത് പേരാവൂരിലേക്ക്. അതും ആരാ തീരുമാനിക്കുന്നത്? ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് ആണ്. അതായത് പി.കെ. ശ്യാമളയെ മത്സരിപ്പിക്കാൻ, തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് ആണ് ശൈലജ ടീച്ചറെ പേരാവൂരിലേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ഇത് ആരുടെ നിർദ്ദേശമാണ്? ഇതും ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമാണ്. എന്താണ് കാരണഭൂതൻ? എന്താണ് കാര്യം? ഒറ്റ കാരണമേ ഉള്ളൂ. എന്താ കാര്യം? കോവിഡ് കാലത്ത് അങ്ങേയറ്റത്തെ PR വർക്കിലൂടെ പൊലിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു എന്താ പറയാ, ഒരു സ്യൂഡോ ഇമേജ് ഉണ്ടായിരുന്നു വാസ്തവത്തിൽ ഈ പറയുന്ന ശൈലജ ടീച്ചർക്ക്. നിങ്ങളെല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ അന്നത്തെ ആദ്യത്തെ വാർത്താ സമ്മേളനം കോവിഡുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് ആരാണ്? ഈ മുഖ്യമന്ത്രി എന്ന കാട്ടാസ് അല്ല നടത്തിയത്. അത് നടത്തിയത് അന്നാരായിരുന്നു പറഞ്ഞാൽ അന്ന് കൃത്യമായി അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ശൈലജ ടീച്ചറായിരുന്നു. ശൈലജ ടീച്ചറാണ് അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഒരു PR വർക്കിലൂടെ തനിക്ക് തന്റേതായിരിക്കുന്ന ഒരു ഇമേജ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പാൻഡമിക് ആയിരിക്കുന്ന അവസ്ഥയെ, ഈ പാനിക് അവസ്ഥയെ എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന PR ഏജൻസികളുടെ നോമിനിയായി പിന്നീട് ആര് മാറുകയാണ്? പിന്നീട് ഈ പറയുന്ന മുഖ്യമന്ത്രി ആ കസേര വന്നിരിക്കുകയാണ്. അതായത് പരഭ്രമമായി ആര് മാറുന്നു?
പരബ്രഹ്മമായി ആര് മാറുന്നു? ടീച്ചർ മാറുന്നു. അല്ലല്ല, ടീച്ചർ പരബ്രഹ്മമായി മാറി. ആക്റ്റീവ് ബ്രഹ്മമായിട്ട് ആര് വന്നു? ആക്റ്റീവ് ബ്രഹ്മമായി മുഖ്യമന്ത്രി വന്നു. അപ്പൊ ടീച്ചർ പരബ്രഹ്മമാണ്, വായുവിലാണ്, ഒന്നുമില്ല, നമ്മൾ ആരും കാണുന്നില്ല. പകരം ആക്റ്റീവ് ബ്രഹ്മമാരായി തീർന്നു ഈ പറയുന്ന മുഖ്യമന്ത്രി വന്നു. ഇത് വന്നപ്പോ എന്ന് പറഞ്ഞാൽ പിന്നെയും പത്രങ്ങൾ സ്വാഭാവികമായും ഈ ടീച്ചറെ വീണ്ടും മത്സരിപ്പിക്കണം, മുഖ്യമന്ത്രി ആവണം എന്ന് പത്രങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുമ്പോൾ ഇത് തനിക്ക് ഭീഷണിയായി തീരുമോ എന്നുള്ള വിഭ്രാന്തമായ അവസ്ഥയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ട് ഇവരെ സ്ഥാനാർത്ഥിത്വം വീട്ടിലേക്ക് മാറ്റുന്നു, പേരാവൂരിലേക്ക് മാറ്റുന്നു. 100% കട്ടായം മൃഗീയമായ പിന്നെ വോട്ടിന് ആ സ്ത്രീ അവിടെ തോൽക്കുമെന്ന കാര്യം ഇതവിടെ പറഞ്ഞേക്കുകയും ചെയ്തുകൂടി എന്തായിരുന്നു. അതായത് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാൾക്ക് നേരെ വരാവുന്ന ഒരു ഷെയ്ഡാണ്, നിഴലാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ശൈലടിച്ച. അതിന് മാത്രമൊന്നുമില്ല, അത് വേറെ കാര്യം. പത്രങ്ങൾ വെച്ച് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ സംഭവമുണ്ട്. ആ സംഭവത്തിന്റെ ഷെയ്ഡ് ഇയാൾക്ക് നേരെ വീഴുമെങ്കിൽ ആ ഷെയ്ഡ് ഞങ്ങൾക്ക് സാക്ക് ചെയ്യണം. അത് സാക്ക് ചെയ്യാനാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന ടീച്ചറെ അപ്പുറത്തേക്ക് മാറ്റിയത്. ഇത് എന്തിനു കൂടിയാണ് ഇങ്ങേപ്പുറത്ത് മട്ടന്നൂർ കൊണ്ടുപോയി സനോജിന് വോട്ട് കൊടുത്തത്, സീറ്റ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചറെ വീണ്ടും അവിടെ മത്സരിപ്പിക്കാതിരിക്കാനാണ്. തീർച്ചയായിട്ടും ഇനി ഇവിടെ മത്സരിപ്പിക്കാതിരിക്കുമ്പോൾ ഇവിടെ ഇതിനകത്ത് 2-3 വിഷയങ്ങളുണ്ടാണ്. അവിടെ മത്സരിക്കാനുണ്ടായിരിക്കുന്ന വേറെ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉള്ളതാണ്. അവിടെ തന്നെ ഉണ്ടാക്കുന്ന മറ്റൊരുണ്ടാക്കുന്ന പിന്നെ മുൻ ഏരിയ സെക്രട്ടറി, ഇപ്പോഴത്തെ AK ആശുപത്രിയുടെ പ്രസിഡന്റ് കൂടിയാക്കുന്ന പുരുഷോത്തമനുണ്ട്. എന്റെ സീനിയറായിട്ട് പിന്നെ മട്ടന്നൂർ കോളേജിൽ പിന്നെ ഉണ്ടായിരുന്ന കക്ഷിയാണ് ഈ പറയുന്ന പുരുഷോത്തമൻ. പിന്നെ ആരാൾക്ക് പനോളി വത്സൻ എന്ന് പറയുന്ന CPM-ന്റെ പിന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കും തന്നെ ഇയാൾ ശിവായ് പണി എടുത്തിട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു കക്ഷിയാണ്. ആ ചങ്ങായി ഉണ്ട്. അങ്ങനെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഈ ആൾക്കാരെ മുഴുവൻ വെട്ടി. അതുപോലെ P ജയരാജൻ ഉണ്ടായിരുന്നു. ഇത് വഴി സംഭവിച്ച ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന, മറ്റേ കൂടെ മത്സരിപ്പിച്ചതല്ല, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താ പറയുക, P ജയരാജനെ എന്നേക്കുമായി സാക്ക് ചെയ്തു. ആ പറഞ്ഞതിനകത്ത് നിന്ന് എനിക്ക് ചോദിക്കാനുണ്ടായത് പി ജയരാജൻ കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് ഒരു വിഷയം വരുന്നത്. KPCC പ്രസിഡന്റിനെതിരായി ഇവിടെ മത്സരിച്ചു വിടുക, പേരാവൂർ മത്സരിച്ചു വിടുക. എന്നിട്ട് നീ പിന്നെ ശൈലജ ജയിച്ചു വാ, ജയിച്ചു വരില്ല അയാൾക്ക് 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്. അപ്പൊ KPCC പ്രസിഡന്റിനെതിരായി മത്സരിച്ചിട്ട് ജയിച്ചു വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർക്കെതിരെ മത്സരിക്കാൻ പാർട്ടി നിയോഗിച്ചിരിക്കുന്ന പടക്കുതിരയാണ് ആര്, ശൈലജ ടീച്ചർ എന്ന വ്യാജ നിർമ്മിതി ദേശാഭിമാനിയിൽ ഉന്തി എഴുന്നള്ളിക്കും. അല്ല, അതുണ്ടാവൂല, അത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഇതൊക്കെ പഴയതുപോലെ അത് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയും വരുന്ന ചിത്രം എന്താണ്, ഇതിൽ ഓരോന്നായിട്ട് നിങ്ങൾ എടുത്തു വയ്ക്കാൻ മുഴുവൻ സ്ഥലത്തും തനിക്ക് എതിരെ വരുന്ന, അതായത് ഇയാൾ പ്ലാൻ ചെയ്തത് നിങ്ങൾക്ക് അയ്യപ്പദാസിന് അറിയാത്തതുകൊണ്ടാണ്. ഇയാൾ പ്ലാൻ ചെയ്യുന്ന എന്ത് സംഭവത്തിലും ഒരു 25 വർഷം മുൻകൂട്ടി കണ്ടിട്ടാണ് ഇയാൾ സാധനം പ്ലാൻ ചെയ്യുക. ഈ 25 വർഷം മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് കാരണം ഇയാൾക്ക് ഇപ്പൊ 80 വയസ്സായി, പിന്നെ രോഗങ്ങളുണ്ട് ഇയാൾക്ക്. ഇതിനകത്ത് നിങ്ങൾ സ്ഥാനാർത്ഥിത്വത്തിന്റെ വിഷയം വരുന്ന കണ്ണൂർ സ്ഥാനാർത്ഥിത്വത്തിന്റെ വിഷയം വരുന്ന സമയത്ത് കൊടുക്കേണ്ടിയിരിക്കുന്ന ഒരാളുടെ ആരും നിങ്ങൾ ഈ CMP CPM-ലേക്ക് ലയിച്ചല്ലോ ഇതിന്റെ ഒരു പോർഷൻ. ഈ പോർഷൻ ലയിച്ചപ്പോ സാക്ഷാൽ പാട്യം രാജൻ 1971 തലശ്ശേരിയിലെ വർഗീയ കലാപം ഈ ഉണ്ടാക്കിയ ആടി പറയുന്ന ഈ ചങ്ങായിയാണ്. ഇപ്പൊ ഈ പറയുന്ന നമ്മളിപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ആ സാധനം ഉണ്ടാക്കിയെന്ന് വളരെ കൃത്യമായിട്ട് അന്നത്തെ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് സൂചനകൾ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ അതിനേക്കാളും പ്രധാനം എന്താ പറഞ്ഞാൽ അതിന്റെ ഭാഗമായി കലാപം നടക്കുന്ന തലശ്ശേരിയിലേക്ക് പോകാൻ ഈ വലിയ ഇരട്ടച്ചങ്കനായിരിക്കുന്ന വില്ലാടി വീരൻ എന്താ അറിയോ, മുട്ട് പറയായിരുന്നു. അന്ന് കുത്തുപറമ്പില് ടാക്സി തൊഴിലാളി യൂണിയൻ നേതാവാണ് ഈ പറയുന്ന സാക്ഷാൽ പാട്യം ഗോപാലാട്ടന്റെ സഹോദരൻ പാട്യം രാജാട്ടൻ. അന്ന് കൂത്തുപറമ്പ് ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റുമാണ്. അപ്പൊ ഈ അഡ്വക്കേറ്റ് ആണെന്നുള്ള ഒരു പൊലിമയും നാട്ടിൽ പൊതുവിൽ വലിയ സ്വീകാര്യമായിരിക്കുന്ന സംഭവം കൊണ്ടുമാണ് ആടെ ടാക്സി അവരുടെ യൂണിയന്റെ സെക്രട്ടറിയായി പാട്യം രാജാട്ടൻ പിന്നെ ആവശ്യപ്പെടുന്നു. അങ്ങനെ അത് പാർട്ടി എന്ത് ചെയ്തു, പാട്യം രാജാട്ടനെ ആ യൂണിയന്റെ സെക്രട്ടറി ആക്കി. ഈ പാട്യം രാജാട്ടൻ എടുത്തു വന്നിരിക്കുന്ന കാറിനകത്താണ് ഈ യൂസലസ് രാജാട്ടൻ കൂട്ടിയിട്ടാണ് 1971 തലശ്ശേരി പൊതറിയാവും നിങ്ങൾക്ക്. അതിന് മുമ്പേ ബാക്കിയുടെ പണി ഒപ്പിച്ച് മുങ്ങിക്കളഞ്ഞാണ്. ഇയാളുടെ സഹോദരൻ എന്ത് ചെയ്യാണെന്ന് പറഞ്ഞാൽ ആ മറുഭാഗത്ത് പള്ളി ഓടിക്കാൻ പോയി എന്ന് പറയുന്ന വലിയ ആരോപണം വേറെ ഉണ്ട് കിടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പിന്നെ ചേട്ടനായിരിക്കുന്ന പിന്നെ ചേട്ടൻ പാറപ്പുറം പള്ളി ഓടിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ എന്നിട്ട് അതെന്ത് ചെയ്യാന്നറിയോ, ഈ ധർമ്മടത്തിനകത്ത് വെച്ച് തന്നെ അവിടെയുള്ള പള്ളി കമ്മിറ്റിക്കാരെ കൊണ്ട് ഒരു പിന്നെ മൊമെന്റോ ഇയാൾക്ക് കൊടുപ്പിക്കാൻ പള്ളി സംരക്ഷിക്കാൻ ഇയാൾ തന്നെ പോയി. ഉറൂസ് എന്ന് പറഞ്ഞാൽ വെറും രണ്ടാണ് ആ സാധനമല്ലോ. ആ കലാവ് നടന്നപ്പോ പാറപ്പുറത്തെ പള്ളി ഒഴിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഉമ്മൻചർ പള്ളി, ഇതിന് ഈ പറയുന്ന 2 സ്ഥലത്തും കൂടി അരി വിതരണം ചെയ്തതിനാരാ, ഈ പറയുന്ന വിദ്വാനാണ്. എന്റെ അച്ഛൻ മാറ്റാലോ പോലല്ലേ വിതരണം ചെയ്ത്. അത് ദേശാമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോ അല്ലേ, ചെറായി എന്താണ് വലതുഭാഗത്തിരുന്നത്. ദേശാമാന്റെ ഫ്രണ്ട് പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഫോട്ടോ ആണ്. ഓൾ കേരള അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ഫോട്ടോ ആണത്. ഈ പറയുന്ന പിന്നെ പ്രക്രിയ ഇയാൾ നടത്തുമ്പോഴും ഇയാളുടെ തലയിൽ ഒരൊറ്റ സാധനം മാത്രമല്ല. എന്താ സാധനം അറിയോ, എങ്ങനെ എല്ലാ സംഭവത്തെയും തനിക്ക് അനുകൂലമാക്കി മാറ്റി തീർക്കണമെന്നുള്ളതാണ്. അതായത് പറഞ്ഞ് 25 വർഷക്കാലത്തേക്ക് ഉണ്ടായിരിക്കുന്ന ഒരു പ്ലാനിങ് തനിക്ക് അനുകൂലമാക്കി മാറ്റി തീർക്കുക എന്ന പദ്ധതിയുടെ ഭാഗമാണ്.
ഇതിനകത്ത് CMB CMBയുടെ ഒരു പോർഷനെ CPM-ലേക്ക് പിന്നെ ലയിപ്പിച്ചപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകൾ, ഒരാൾ അതിന് മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CMBയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പാട്ടിലായിട്ടാണ്, മറ്റൊന്ന് പഴയ MLA ആയിരിക്കുന്ന MK കണ്ണനാണ്. കണ്ണനെ ഇയാൾ വളരെ കൃത്യമായി ചാക്ക് ചെയ്തു. നമ്മുടെ കരിവണ്ണൂർ പോലുള്ള വളരെ വിവാദമായിരിക്കുന്ന തൃശ്ശൂർ മേഖലയിലെ സഹകരണ മേഖലയിലെ സർവ്വമാന തീവട്ടിക്കൊള്ളകൾക്കും പരിഹരിക്കുന്നതിനും മുക്കുന്നതിനും കക്കുന്നതിനും എല്ലാം ഉപയോഗിച്ചു. കണ്ണനെ അയാളെ പോക്കറ്റിൽ വെച്ചു. പാട്ടിന്റെ അയാടൻ എന്ത് ചെയ്തു? പാട്ടിന്റെ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന എന്താ പറയാ, ആഗ്രഹമുക്തൻ എന്ന് വേണമെങ്കിൽ പറയാം, മോഹമുക്തൻ എന്നല്ല പറയുന്നത് പോലെ വരാവുന്ന ഒരാളാണ്. പിന്നെ ഒരു സെയിൻലി ലൈഫ് ഒരാളാണ് പാട്ടിന്റെ അയാടൻ. രാജാന്റെ കുടിയുടെ ആവശ്യമില്ല. അവസാനം പറഞ്ഞെന്താണ്? രാജാന്റെ അനാരോഗ്യമുണ്ട്. ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് രാജാട്ടെ. ഇയാളുടെ 10 ഇരട്ടി ആരോഗ്യം ഇപ്പോൾ നിലനിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന പാട്ടിന്റെ രാജാട്ടെ. ഇയാൾക്ക് ആഴ്ചക്ക് 4 അമേരിക്കൻ ചികിത്സക്ക് പോട്ടെ, ആഴ്ചക്ക് 4 പോട്ടെ. രാജാട്ട് അങ്ങനത്തെ അപ്പറയാവുന്ന ഒരാരോഗ്യം പറഞ്ഞ രാജാട്ടിന് എന്നാ രാജാട്ട് എന്താ മത്സരിപ്പിക്കാൻ പാർട്ടി ആലോചിക്കാതിരുന്ന് ആലോചിച്ചില്ല. ഇതെല്ലാം കാണിക്കുന്ന വിഷയം എന്താണെന്ന് തനിക്ക് വേണ്ടുന്ന രീതിയിലേക്ക് ഇതിന്റെ എല്ലാ സംവിധാനത്തെയും നമ്മൾ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിന്റെ കാര്യത്തിലേക്ക് പറഞ്ഞു വരുമ്പോൾ, ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കിതിന്റെ ചുരുക്കെഴുത്തുന്ന രീതിയിൽ എല്ലാം തന്നിലേക്ക് കൊണ്ടുവരാനായുള്ള ശ്രമം എന്ന് തന്നെ പറയാം. ഇതിന്റെ ചുരുക്കെഴുത്തെന്ന് പറയാമോ ചേട്ടാ? ചുരുക്കുന്ന എല്ലാം തന്നിലേക്ക് ചുരുക്കി കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ വിഷയം എന്താണെന്നറിയോ? വലിയ വിഷയം എന്ന് പറഞ്ഞാൽ പി ജയരാജനെ സാക്ക് ചെയ്തു. പി ജയരാജന്റെ സഹോദരിയുണ്ട്, സംസ്ഥാന വനിതാ കമ്മീഷണറായിട്ടുള്ള ആളായിരുന്നു സതീദേവി. ഈ സതീദേവിയുടെ രാഷ്ട്രീയ ഭാവിയും ഇരുളടഞ്ഞു. ഇനിയില്ല, തീർന്നു, സംഭവം അവസാനിച്ചു. അപ്പൊ ഇത് തനിക്ക് ഇഷ്ടമല്ലാത്ത ഓരോ ആളെയും ഇങ്ങനെ അറുത്തു മാറ്റി നിർത്തുക. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എന്തുകൊണ്ട് ഗോവിന്ദന്റെ ഭാര്യ മത്സരിക്കരുത് എന്ന് കമ്മിറ്റിയിൽ പറയുമ്പോൾ, കണ്ണൂർ ജില്ലാ കമ്മിറ്റി പറയുമ്പോൾ ഇദ്ദേഹം നിശബ്ദനായിരുന്നു? ഇദ്ദേഹം എന്തുകൊണ്ട് നിശബ്ദനായിരുന്നു? ഇദ്ദേഹം എന്തുകൊണ്ട് എതിർത്തില്ല? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനകത്ത് പരാമർശിച്ചില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഗോവിന്ദന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാമല്ലോ, അദ്ദേഹത്തിന് അഭിപ്രായം പറയാമല്ലോ. ചേട്ടൻ പറയില്ല, അദ്ദേഹം പറയില്ല. അവിടെയാണ് വരുന്ന വിഷയം. നിശബ്ദതയല്ലാതെ നിങ്ങളെ കൂടി കറക്റ്റ് ആക്കുക. ഗോവിന്ദൻ ഇത്തരത്തിലുള്ള സംഭവത്തിന് ഭാഗവാക്കാവുന്ന ആളാണ് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അയാൾ അതിനകത്ത് വെക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു? തന്റെ കുടുംബത്തിനെതിരെ വരുന്ന ഉയർന്നൊരു വിമർശനം, പാർട്ടിക്കകത്ത് വരുന്ന ഒരു വിമർശനത്തിന്റെ മൂലയെ അവിടെ വെച്ച് അയാൾ ഒടിക്കുകയാണ്. അപ്പൊ നിന്റെ ഒന്ന് ചോദിച്ചാൽ തീർന്നു. അപ്പൊ ഏതായാലും ചേട്ടാ, നമുക്ക് സമയം, നമുക്ക് ഇതിന്റെ ഒരു ചുരുക്കെഴുത്ത് തന്നെ ചേട്ടൻ പറയണം. ചുരുക്കി തന്നെ ഒന്ന് പറഞ്ഞുകൊണ്ട്, അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്കകത്തെ പൊട്ടിത്തെറി ഇതെവിടെ ചെന്ന് അവസാനിക്കും? നിശബ്ദ വോട്ട് പാർട്ടിക്കെതിരെ ഉണ്ടാകുമോ? നിശബ്ദ വോട്ട്, പാർട്ടി അണികളുടെ നിശബ്ദ വോട്ട് എതിർപക്ഷത്തേക്ക് പോകുമോ? ഒന്ന് പറയാം. അതുകൂടെ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഒരു കാര്യം ഒറ്റ വരിയിൽ ഞാൻ പറയാം. ഈ പാർട്ടി വോട്ട് എന്ന് പറയുന്ന സാധനം പറഞ്ഞാൽ മലബാർ മേഖലയിൽ സമ്പൂർണമായും ഇത് പിന്നെ ഈ മുഖ്യമന്ത്രിക്ക് എതിരായി വരുന്ന വോട്ടായി ഈ സാധനം പരിണമിക്കും. വളരെ പ്രധാന, നിസ്സംശയം പറയാവുന്ന സാധനമാണ്. നിസ്സംശയം. അതായത് ഇതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം ഞാൻ പറയാം. ഇയാൾ മത്സരിക്കുന്ന സാധനമുണ്ടല്ലോ ഇപ്പൊ ധർമ്മടം നിയോജക മണ്ഡലം. ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഇയാൾ നേരിടാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? നമ്മുടെ നേപ്പാളിൽ കണ്ടിരിക്കുന്ന വലിയ മൂവ്മെന്റ് ആണ് ജൻസി മൂവ്മെന്റ്. ഈ ജൻസി മൂവ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും യങ്ങായിരിക്കുന്ന വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിന്ന് വന്നിരിക്കുന്ന വമ്പിച്ച കലാപങ്ങളാണ്. ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിന്റെ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതലായി പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ മുഴുവൻ തന്നെ എന്താ പറഞ്ഞാൽ ഇയാൾക്കെതിരെ വിധിയെടുക്കുന്ന കാര്യത്തിൽ സംശയങ്ങൾ വിചാരിക്കേണ്ട. ഈ ജൻസി മൂവ്മെന്റിന്റെ വലിയ തോതിലുണ്ടാക്കുന്ന കുത്തൊഴുക്കുണ്ടാകുന്നതോടെ ഈ ഇരട്ടച്ചങ്ങ് കുറിച്ചു വെച്ചോ. ഈ ജൻസി മൂവ്മെന്റ് ഭാഗമായി വരാവുന്ന പ്രതിഷേധത്തിനകത്ത് ഇയാളെ നേപ്പാളിൽ പ്രചണ്ഡ വരെ പതറിപ്പോയാണ്. നേപ്പാളിലെ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനാണ് പ്രചണ്ഡ. ആ പ്രചണ്ഡ വരെ അവിടെ പതറി. പിന്നെയാണോ ഈ ഞൊണ്ണൻ ഈ കേരളത്തിനകത്ത് ചക്കച്ചത്ത് പോലത്തെ കേരളത്തിനകത്ത് ഈ കണ്ണൂരിന്ന് മാത്രം കളിച്ച് നാട്ടുകാരെ കൂടെ പറ്റിച്ചു വന്നിരിക്കുന്ന ഒരാൾ. അതുകൊണ്ട് അതിന്റെ അനിവാര്യമായിരിക്കുന്ന ദുരന്തം അയാൾ വാസ്തവത്തിൽ ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ അയാൾ ഫേസ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും അതിനകത്ത് അടിസ്ഥാനമില്ല. ഒരു സംശയവും വേണ്ട അതിനകത്ത്. അതോടൊപ്പം തന്നെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ പാർട്ടി എന്താണെന്ന് പറയും. ഈ പാർട്ടി 2026 ഇലക്ഷനോട് ശേഷം ഈ പാർട്ടിയുടെ അതിന്റെ സർവ്വശേഷിയും അത് മുഴുവനാഴ്ച സമ്പൂർണ്ണമായിട്ട് അത് ഇല്ലാതാവും. ഇങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ ഇത് ആരുടെ പാർട്ടി മാത്രമായി ചുരുങ്ങും? ഇയാളുടെ മാത്രം പാർട്ടിയായിട്ട് ചുരുങ്ങും. വിജയൻ ഒരു ഭാഗത്ത്, ഗോവിന്ദൻ വേറൊരു ഭാഗത്ത്, 14 ജില്ലാ സെക്രട്ടറിമാർ. ഈ 14 ജില്ലാ സെക്രട്ടറിമാർക്ക് താൽക്കാലികമായി ഒപ്പിച്ചു പോകാനുണ്ടായിരിക്കുന്ന സാമ്പത്തിക ശേഷിയിൽ ഇപ്പൊ ഇയാൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന പണം എന്തായിരിക്കും? അത് അങ്ങേയറ്റം
പ്രതിലോമകരമായ രാഷ്ട്രീയത്തിലേക്ക് ഉപയോഗിക്കാവുന്ന ഒരു രീതിയിലേക്ക് ഈ പറയുന്ന കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധനും കൂടിയായ മുഖ്യമന്ത്രി ഇത് പ്രതിലോമകരമായി ഉപയോഗിക്കാൻ ഇയാൾ നിരന്തരമായി 14 ജില്ലാ സെക്രട്ടറിമാരെ സമ്മർദ്ദം ചെലുത്തു. ഞാൻ പറയുന്നത് നിങ്ങൾ കുറിച്ചു വെച്ചോട്ടാ, സമ്മർദ്ദം ചെലുത്തു ഇയാൾ. അങ്ങനെ അരക്ഷിതമായ ഒരു അവസ്ഥ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇയാളുടെ ഭാഗത്ത് നിരന്തരമായി ഇയാൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ അത് ചെയ്യാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥ ഇയാൾക്ക് കിട്ടുന്ന ബലം എവിടുന്നായിരിക്കണം? ഒറ്റ സ്ഥലത്ത് നിന്ന് മാത്രമേ പിന്നെ കിട്ടൂ. ആരെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ചരിത്രപരവും രാഷ്ട്രീയവുമായി എതിർക്കേണ്ടിയിരിക്കുന്നത് അത് വലതുപക്ഷ രാഷ്ട്രീയത്തെയാണ്. ആ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പിൻബലത്തോടെ കേരളത്തിനകത്ത് എന്തെല്ലാം അതുകൊണ്ടാണ് അയാൾ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേരളത്തിൽ ഒരു വർഗീയ കലാപവുമില്ല. നിരന്തരമായി അയാൾ പറയുന്നത് എന്താണ് ഇതിനർത്ഥം? ഈ കലാപം ഉണ്ടാക്കാനുള്ള ശേഷി നമുക്കുണ്ട് എന്ന് പറയുന്നതിന്റെ പരോക്ഷമായിരിക്കുന്ന പ്രഖ്യാപനമാണത്. പരോക്ഷ പ്രഖ്യാപനമാണ്. ഈ പരോക്ഷമായിരിക്കുന്ന പ്രഖ്യാപനത്തിനായുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ എന്ത് ചെയ്യാം ഇവരുടെ ഭാഗത്ത് ഉണ്ടായേക്കാം. പക്ഷേ ജനാധിപത്യം എന്ന് പറയുന്ന സംഭവത്തിന്റെ കെട്ടഴിച്ചു വിടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥക്കകത്ത് സത്യത്തിൽ ഞാൻ പറയാണ്, സന്തോഷപൂർവ്വം ഞാൻ പറയാണ്, 2026 ഇലക്ഷന് ശേഷം ഇയാൾക്ക് കേരളത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയാതിരിക്കുന്ന ചിത്രം 100% ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ ചേട്ടാ, ഞാൻ സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. നമുക്ക് തുടർന്നും ഇരിക്കാം. ഏതായാലും വിഷയം ഒരു വലിയ വിഷയമായിരുന്നു. താങ്കൾ സംസാരിച്ച് എനിക്ക് തോന്നുന്നു സ്വന്തം നാടായതുകൊണ്ടായിരിക്കാം നിർത്താൻ കഴിയുന്നില്ല. ഏതായാലും ഞാൻ തുടർന്നും താങ്കളെ ബന്ധപ്പെടുന്നതാണ്. ഇനിയും സംഭവങ്ങൾ നിറയെ കണ്ണൂര് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധപ്പെടാം ചേട്ടാ. താങ്ക് യു വെരി മച്ച്.